ഹായ്. കുറേ നാളായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരുന്ന കുറേ വീഡിയോസും ഫോട്ടോസും എൻ്റെ ഫോണിനകത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനി ഈ ഫോട്ടോസും വീഡിയോസും ഞാൻ ഇട്ടില്ലെങ്കിൽ ലാസ്റ്റ് എൻ്റെ ഗാലറി ഫുള്ളായിട്ട് സ്റ്റോറേജ് എല്ലാം കംപ്ലീറ്റ് ഫില്ലായി കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പം ഞാൻ ഓർത്ത് അതിന് മുമ്പായിട്ട് എൻ്റെ ഈ എക്സ്പീരിയൻസും എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വട്ടവടയിൽ പോയ കുറേ വീഡിയോസും ഫോട്ടോസുമാണ്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒരുപാട് തവണ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് നമ്മൾ മൂന്നാർ പോകുമ്പോൾ ഇത് കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ മൂന്നാർ പോയത് വട്ടവടയിലുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോകുന്ന വഴിയല്ലാതെ തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം കഞ്ഞിക്കുഴി അങ്ങനെ ഒരു വഴിയായിരുന്നു നമ്മൾ മൂന്നാറിന് പോയത്. നമ്മൾ പോയതും ക്രിസ്മസ് വെക്കേഷൻ്റെ സമയം കൊണ്ടൊന്നും റോഡിലൊക്കെ ഭയങ്കര തിരക്കും ബ്ലോക്കും ആയിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങി ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോഴത്തേക്കിന് 3 മണിയോളം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഏറ്റവും ഹൈലൈറ്റ്. മൂന്നാറെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 3 മണിയായെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കുറച്ച് കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വട്ടവട ഫോറസ്റ്റിലോട്ട് എൻട്രി ചെയ്തു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വട്ടവടയ്ക്ക് പോകുന്നത്. രണ്ട് സൈഡിലും ഫോറസ്റ്റും അതിൻ്റെ നടുക്ക് കൂടിയുള്ള യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം ചീവീടിൻ്റെയും വണ്ടിൻ്റെ അങ്ങനെ കുറേ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു പോകുന്നതൊക്കെ. പിന്നെ അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക്. പിന്നെ വട്ടവടയിലെ ഒരുപാട് വീഡിയോ കാണുമ്പോൾ നമ്മൾ കാട്ടുപോത്തിനെ അങ്ങനെ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങൾക്ക് ഈ ഒരു കാട്ടുപോത്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നേ. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അല്ലാതെ നമ്മൾ വണ്ടി വെക്കേണ്ട ഒരു സ്ഥലം അവർ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്കൊരു ലൊക്കേഷൻ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി കൊണ്ട് നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അവരുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നതോ മാർഷൽ ജീപ്പായിരുന്നു കേട്ടോ. ആ വണ്ടി കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മളുടെ ഇനിയുള്ള യാത്ര എങ്ങനെ ആയിരിക്കുമെന്ന്. അങ്ങനെ നമ്മളൊരു 4-5 കിലോമീറ്ററോളം ഭയങ്കര ഓഫ് റോഡിൽ ഫോറസ്റ്റിൻ്റെ നടുക്ക് കൂടി ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഓഫ് റോഡ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓഫ് റോഡ് ട്രക്കിംഗ് യാത്രയെന്ന് ഞാൻ പറയും. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് ഈ യാത്ര എന്ന് പറഞ്ഞത്. നല്ല ട്രക്കിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമോ അതിൻ്റെ ഓരോ ഈ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വലിയ കല്ലുകളുടെ ഒക്കെ മണ്ടയിൽ കൂടിയായിരുന്നു കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്ത ചേട്ടനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് നല്ല സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് പോകാൻ വേറൊരു കപ്പിളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഓൾറെഡി അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവർക്കുള്ള ഫുഡും കുറേ സാധനങ്ങൾ ഇവർ ഈ വണ്ടിക്ക് തന്നെയാണ് വട്ടവടയിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിക്കുന്നത്. ഫോറസ്റ്റ് കുറേ പെണ്ണുങ്ങളൊക്കെ വിറക് പെറക്കാനും വിറകൊടിക്കാനും ഒക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 1/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തി കേട്ടോ. നല്ല തണുപ്പും കോടയും ചുറ്റിനും കാടും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഈ സ്ഥലം. പിന്നെ ഇവരിവിടെ ഏതൊരു ടൈപ്പ് ആടിനെ ഇവർ വളർത്തുന്നുണ്ട് കേട്ടോ. അതിനെ കാണാൻ ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ടൊരു എസ്തറ്റിക് ലുക്കൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഫുൾ ലൊക്കേഷന്. ഞങ്ങളാണ് കേട്ടോ ഈ ദിവസം ഫസ്റ്റ് വന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്റ്റേ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ 7 ഇങ്ങനത്തെ 7 ടൈപ്പിലെ കോട്ടേജ് പോലത്തെ കോൺ ഷേപ്പിലത്തെ കോട്ടേജുകളാണ് അവിടെ ഉള്ളത്. ഇത് നമ്മൾ ഇന്നത് നോർമലാണ്, അല്ലാതെ പ്രീമിയം അങ്ങനത്തെ കുറേ എക്സ്ട്രാ വേറെ ഉണ്ട്. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞത് ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി നല്ല വ്യൂ ഉള്ളൊരു പൊസിഷൻ നോക്കി തന്നെ സെലക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിലും നല്ല വ്യൂ ആണ്, നല്ല തണുപ്പാണ്. വന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ട് എല്ലാം നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഇതിനുള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബെഡും പിന്നെ പുറത്ത് 2 ചെയറും ജസ്റ്റ് സാധനങ്ങൾ വെക്കാനുള്ളതേ ഉള്ളൂ ഇവിടെ. വാഷ്റൂമും ബാക്കി കാര്യങ്ങളൊക്കെ പുറത്താണ്. അത് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഏരിയയാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം ബാഗൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഫുഡ് ഇപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ കിച്ചൺ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര നല്ല സെറ്റായിട്ട് വെച്ചേക്കായിരുന്നു. പിന്നെ കുറേ ഗെയിമിൻ്റെ ഏരിയാസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും ബോറടിക്കാതിരിക്കാൻ കുറേ ടൈപ്പ് ഗെയിംസും ഇല്ല, കുറേ ഗെയിംസ് ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും താഴെയായിട്ടൊരു സ്പേസ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും താഴെ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ പോയി എല്ലാവരും കുറേ പാട്ടും അന്താക്ഷരിയൊക്കെ കളിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളങ്ങനെ എൻഗേജ്ഡ് ആയി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും അങ്ങനെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ കുറേ നോർത്ത് ഇന്ത്യൻ ഫാമിലീസും ഫ്രണ്ട്സും കപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണെങ്കിലും വന്ന് മിണ്ടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്യാമ്പ് ഫയറിൻ്റെ സമയത്ത് അങ്ങനെ എല്ലാവരും കുറേ പാട്ടും ഡാൻസും ഒക്കെ കളിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതൊക്കെ നല്ല രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു അവിടെ.
ക്യാമ്പ് ഫയറിൻ്റെ സ്പേസിൽ നിൽക്കുമ്പം നമുക്ക് താഴോട്ട് നോക്കിയാൽ വട്ടവട ടൗണൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റുമേ. അങ്ങനെ ഫുഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ട്. ഒരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു DJ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ DJക്ക് വേണ്ടിയിട്ട് പോയി. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറേ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തണുത്തിട്ട് നിൽക്കാൻ പറ്റില്ലാത്ത പോലത്തെ തണുപ്പായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ടു നമ്മുടെ റൂമിലോട്ട് പോയി. കാരണം നമുക്ക് നാളെ രാവിലെ മോർണിംഗിന് നമ്മളൊരു വോക്കിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നേരത്തെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലോട്ട് പോയി. രാവിലെ എണീറ്റപ്പോൾ നമുക്ക് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. സണ്ണൊക്കെ റൈസ് ചെയ്തിട്ട് ഭയങ്കര കോടയും തണുപ്പും വ്യൂ ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സൺ റൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ റേസ് ഒക്കെ വന്നിട്ടും ഓപ്പോസിറ്റുള്ള മലയിൽ വീണിട്ട് ഒരു യെല്ലോ കളറിലൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് പോകുമായിരുന്നു. ടോട്ടലി നമ്മൾ ഈ വോക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തൊരു 3 hours ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളൊരു 2 വ്യൂ പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോകുന്നത്. ഒന്നും അതിനകത്ത് നമുക്ക് വട്ടവട ടൗൺ ഫുള്ളായിട്ട് കാണാം. മാത്രമല്ല ഒരു ഫോറസ്റ്റിൽ കൂടി ഉള്ളൊരു വോക്ക് കൂടി ആയതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. അന്ന് അവിടെ സ്റ്റേക്ക് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ വോക്കിന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറേ സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നതും കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പോകാനായിട്ടുള്ളതും വഴികളും നമുക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ പറയാനും എടുക്കാനും ഒക്കെ. അപ്പം നമ്മൾ ആദ്യം ചെറിയൊരു വ്യൂ പോയിന്റിലെത്തും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ മലകളും ചെറുതായിട്ട് വട്ടവട ടൗണൊക്കെ കാണാം. പക്ഷേ മെയിൻ അതും കഴിഞ്ഞിട്ട് കുറേ ദൂരം കൂടി നടന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മെയിൻ വട്ടവട വ്യൂ പോയിന്റിലെത്തുന്നത്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. അടുത്ത വ്യൂ പോയിന്റിലോട്ട്, അതായത് ഫൈനൽ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട്. അപ്പോൾ പിന്നെ കുറേ പോയ സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ വഴികളായിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്ത് നമ്മളോട് ഇങ്ങനെ കൈ പിടിച്ച് നടക്കാനും പിന്നെ നമ്മൾ കമ്പ് പിടിച്ച് നടക്കാനൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിലോട്ട് പോയത്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വട്ടവട ടൗൺ നല്ലതായിട്ട് കാണുന്നു. വട്ടവട വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ ഇതിന് പറയാട്ടോ ഫുൾ ടൗൺ കാണാമായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ചെറിയ രീതിയിലുള്ളൊരു പ്രാണായാമമൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ ബാക്ക് ടു നമ്മുടെ റിസോർട്ടിലോട്ട് പോയത്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ പോയത് വന്ന ആ സെയിം വഴി തന്നെയല്ലായിരുന്നു കേട്ടോ. വേറൊരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ തിരിച്ചു പോയത്. തിരിച്ച് നമ്മൾ പക്ഷേ പെട്ടെന്നെത്തി. പക്ഷേ ഇത് വേറൊരു വഴി കൂടിയായിരുന്നു പോയത്. അപ്പം നമ്മൾ വിചാരിച്ച് ആ സൈഡിൽ കൂടി സാധാരണ ഈ വഴി പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളെയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഒന്നിനെയും കാണാൻ അങ്ങനെയൊന്നും പറ്റിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ലൊക്കേഷനിലെത്തിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ കുറേ ഊട്ടിപ്പൂ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വട്ടവടയിൽ ഊട്ടിപ്പൂ ഉണ്ട് അങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ശരിക്കും അവിടെ കുറേ ഊട്ടിപ്പൂവും അങ്ങനെ കുറേ പൂക്കൾ, കുറേ വെറൈറ്റീസ് ഓഫ് പൂക്കളുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഊട്ടിപ്പൂ അവിടെ നിന്ന് എനിക്ക് കിട്ടി. ഞാനിട്ട് കുറേ പൂവൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ തിരിച്ചെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മളോട് റെഡി ആയിരിക്കാൻ പറഞ്ഞു. കാരണം തിരിച്ചു പോകുമ്പം ആകെ ഇവർക്കൊന്ന് 2 വണ്ടിയുള്ളൂ, ജീപ്പ്. അപ്പം അതിൽ നമ്മൾ ട്രിപ്പ് അടിച്ചു വേണം എല്ലാവരെയും അവിടെ തിരിച്ചെത്തിക്കാനായിട്ട്. അപ്പം ആദ്യം റെഡിയായി നിൽക്കുവാണെങ്കിൽ ആദ്യം പോകാൻ നേരം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് എത്തേണ്ടതുകൊണ്ടും ബൈക്കിൽ തന്നെ വരേണ്ടതുകൊണ്ടും പിന്നെ ഇനി വെക്കേഷൻ സമയമായതുകൊണ്ട് നല്ല തിരക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ റെഡിയായിട്ട് തിരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന ജീപ്പിനല്ല കേട്ടോ തിരിച്ചു പോകുന്നത്, വേറെ ഒരു ജീപ്പിനായിരുന്നു. അപ്പം നമ്മൾ ഇവർ നമ്മളെ നമ്മുടെ ബൈക്കുള്ള സ്ഥലത്തുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ബാക്ക് ടു ഹോം നമ്മൾ വണ്ടിക്ക് തന്നെ പോകുമായിരുന്നു. അപ്പം ഇനി വട്ടവട പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോക്സ് ഗാർബിൾ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇത് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റായി പോകത്തില്ല. നിങ്ങളുടെ മണി അത്രയും വേർത്തായിട്ടുള്ള ട്രിപ്പും ലൊക്കേഷനും സ്റ്റേയും ഒക്കെയാണ്. അപ്പോൾ ഇനി പോകാൻ താല്പര്യമുള്ളതിനാലും മറക്കാതെ ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യണം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ ബൈക്കൊക്കെ എടുത്ത് ബാക്ക് ടു ട്രാവലൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വട്ടവട വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.